എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഗാനയിലാണ്. ഗാനയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അക്രയിലാണ് നിൽക്കുന്നത്. ഒരു 2 days ആയിട്ട് ഞാൻ എവിടെയും പോയില്ല, കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു. കാരണം കുറേ ദിവസമായിട്ട് ഓട്ടത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ ബോഡിക്കും ഒരു റെസ്റ്റ് വേണം തോന്നിയിട്ട് ഞാൻ റെസ്റ്റ് എടുത്തു. ഇന്നലെയൊക്കെ തോന്നുന്നു, ഇന്നലെ ഞാൻ റൂമിൽ നിന്നേ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, മീൻസ് വീട്ടിൽ നിന്നേ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തേക്ക് പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും വീണ്ടും ടയർഡാവും. അപ്പോൾ ഫുള്ള് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ റെസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 6:30 ആയപ്പോൾ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ പോകുന്നത് ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോഡിയൊക്കെ ഒന്ന് ഹീലാവാൻ വേണ്ടിയിട്ട്, മീൻസ് കുറേ റെസ്റ്റ് ഇല്ലാത്ത യാത്രയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഹീലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള മസാജാണ്. ഒരു ഓപ്പൺ സ്പേസിലാണ് ഈ മസാജ്. അതുമാത്രമല്ല ഒരു വാട്ടർഫോളാണ്. അപ്പോൾ എനിക്ക് ആ വാട്ടർഫോളും എക്സ്പ്ലോർ ചെയ്യാം, ആ മസാജും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ ഡ്രൈവർ തന്നെ അവിടെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ എത്തും. ആ സ്ഥലത്ത് എത്തിയിട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 2 hours ഡ്രൈവ് ഉണ്ട് ആ ഒരു വാട്ടർഫോളിലേക്ക്. കുറച്ച് ഗ്രാമപ്രദേശത്തുള്ള ഏരിയയിലാണ് ആ ഒരു വാട്ടർഫോൾ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ആ മസാജൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. പറയില്ല എത്ര ടൈം എടുക്കും എന്നൊക്കെ. എനിക്ക് തോന്നുന്നൊരു 4 hours ജേണി തന്നെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അവിടെ മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി ഇത് ഓൾറെഡി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി എക്സ്പീരിയൻസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു കണ്ടപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്തായാലും മസാജ് എല്ലാം ഇങ്ങനെ ഒരു വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്താ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എത്തിയിട്ട് പിന്നെ അവിടെ എത്തിയതിന് ശേഷം റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവർ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം അവരുടെ വേറെ ടാക്സി അവരുടെ വണ്ടിയിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. ഞാനിതാ ഈ ഒരു വണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശത്തിലെത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ്, ഇതാണ് ഇവിടുത്തെ റോഡ് കേട്ടോ. ശരിക്കും പക്ക ഒരു ഗ്രാമപ്രദേശം. ഈ ഗ്രാമപ്രദേശത്തെ ഒരു ഇതാണ്, കടയാണ് ഈ കാണുന്നത്. ഇവിടെ എന്താ ഈ സാധനം, എന്തൊക്കെയോ പൊടി പോലെ, പഞ്ചസാരയാണോ, പഞ്ചസാര കുസ്കുസോ അങ്ങനെ എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലുണ്ടത്. I'm taking. What is this? This one we call it to eat. Yeah, it's clay. Clay to eat? Yes. No. People clay eat to eat. Yes. This one is the one that is locally made. You have 2 types. It's sweet? This one it's not sweet, but Okay. it's something else. Like I don't know the taste, but Okay. it's not sweet, it's not sour. Okay. But it's nice. But it's different. Yeah. Okay. So from here it's far, the waterfall? Oh, it's like 15 minutes walk, so you get into the yeah. car again. Okay. Then you walk. Then we walk. Okay. ഇതെല്ലാം മസാജ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. മെയില് ഫീമെയില് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ കാറിൽ തന്നെ എല്ലാവരും പോകുന്നത്. ഇവിടെ നോക്കുക, അവരെത്ര റിലാക്സ് ചെയ്തിരിക്കുന്നത്. അവർ മുളയൊക്കെ വെച്ച് അവിടെ ആ മരത്തിനടിയിൽ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി, കിടക്കാനുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് വാവ്, നൈസാണ് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റും കൂടെ ഉണ്ട്. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് മസാജ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കാറിന്ന്. അപ്പോൾ ഇനി ഇതുവഴി നടന്നു വേണം അങ്ങോട്ട് പോകാനായിട്ട്. ചെറിയ വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഇതെല്ലാം ഇളകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പാലം നാച്ചുറലായിട്ട് അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ള പാലമാണ്. ഇവിടെ വില്ലേജ് കറക്റ്റ് നമ്മളെ നാട്. യു സീ സിസ്റ്റർ, this is same like my place. Really? Yeah, same. Oh, okay. We have cassava, banana, Plantain. yeah, plantain. You see this papaya, everything really same. Mm-hmm. Not even similar, it's just same. Same. Only the difference, the home. The home, is more big in my place. Oh, okay. Yeah, here is like a small home. Yes. Yeah, houses are big in my place. Yeah, Only the here difference I saw here, that one. Just Yeah. small, you know. Ah. Because And we have lots of mangoes. yes, Yeah. this area, that's what they Same plant. in my place. We have lots of mango. Even the weather is same. Oh. Everything is same. Wow. Yeah. I never knew. Okay. Yeah. I don't travel, so But I don't know much. in India, there is lots. It's a big country. Yes, yes. So I'm from south part, Kerala. So Kerala is like this. But in the central, west, east, north, all it's different. Oh. Yeah, because it's very different. It's a very big country, so. Yeah. വാവ്, നല്ല തണല് കേട്ടാ. ഫുള്ള് മരമാണ്, നല്ല വലിയ മരമാണ് ഈ കാണുന്നത്. അപ്പം അതുകൊണ്ട് മൊത്തം തണലാണേ. വാവ്, ഇതൊക്കെ
കിളികളുടെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഫുള്ള് കാടും മൊത്തം മാങ്ങേൻ്റെ മാവും. മാങ്ങ പൂവിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞാൽ ഫുള്ള് മാങ്ങേൻ്റെ ആ സ്മെല്ലും കൂടെ ഉണ്ടാവും. വെയിൽ പോലും അറിയുന്നില്ല. ഫുൾ തണലും ഒരു കൂൾ ആൻഡ് റിഫ്രഷിങ് ഫീലാണ് കംപ്ലീറ്റ്. നമ്മളെ നാട്ടിൽ പണ്ട് ഇതേപോലെ ആയിരുന്നു വഴികളൊക്കെ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ എവിടേക്കോ എല്ലാവിടെയും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഇത്ര അധികം മാവും ഇത്ര അധികം തണലും. വാവ്, എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ അതൊക്കെയോ സ്ഥലത്തിൽ കൂടെ പോയൊരു ഫീല്, ആ ഒരു നൊസ്റ്റാൾജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ട കംപ്ലീറ്റ് തണലാണ് ഇവിടെ. ഇവിടെ ദാ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഡ്രൈ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമില്ല, കുറച്ച് വെള്ളമേ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞ് സ്വിം ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാ എൻ്റെ മസാജിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. ഇത് ലൈക്ക് ഒരു പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിളായിട്ടാണെങ്കിൽ സിംഗിളായിട്ട് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള മസാജാണ്. ഞാനിതാ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. കാരണം ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് അവിടെ പോയി കിടത്തും. അവിടെ നിന്നാണ് ചെയ്യുന്നത്. കണ്ടോ അവരുടെ ബോഡിയൊക്കെ നോക്കി ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അവിടെ തന്നെ ആ ഒരു വാട്ടർഫാളിൽ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഇതിൽ അടിപൊളി ഫീലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ള് മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ്. ശരിക്കും നല്ല റിലാക്സാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇവിടെ നോക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കഴുത്തിലൊക്കെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. യൂഷ്വലി കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിൽ മൊത്തം നിറയെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്തത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരി ആ ഒരു സ്മെല്ല് സംഭവമുള്ള ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വാ അടിപൊളി. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവർ നമ്മളുടെ കൈയെല്ലാം പിടിച്ച് കൊണ്ടുപോകും കേട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. ഈ ഒരു വാട്ടർഫാളിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ റിഫ്രഷിങ് ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അവർ നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കഴുകിച്ച് തരും കേട്ടോ. കാരണം കിടക്കുന്നതിന് മുന്നേ കാലിൽ മൊത്തം ചെളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരത് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളെ കിടത്തുന്നത്. അവരുടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂമൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. പിന്നെ എന്തോ ഒരു മാല പോലത്തെ ഒരു ബോൾ പോലത്തെ ഒരു സാധനമൊക്കെ കഴുത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവരുടെ ഒരു വലിയ കമ്പനിയാണ് ഈ മസാജ് ചെയ്യുന്നൊരു സംഭവം. ഇവരെല്ലാവരും ഇപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിലും ഇതേപോലത്തെ 10 ആൾക്കാർ ഇതേ കോസ്റ്റ്യൂമിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരുമിച്ച് കാണാൻ നൈസാണ്. തൃശ്ശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കുന്ന ചെയ്യുമ്പോൾ പോലെയുണ്ട്. ഇല എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആക്കുന്നു. എന്തോ ആരോമ ട്രീറ്റ്മെൻ്റ് എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായി. അവർ ഒരു സ്മെല്ല് വരുന്ന ഒരു സാധനമൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് അവർ ഈ വാഴേൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ. അവിടെ കണ്ടോ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന് നല്ല സ്മെല്ലാണ്. ഈ വാട്ടർഫാളിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നല്ല കൂളിങ്ങും റിഫ്രഷിങ്ങും ആണ് കേട്ടോ. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിലിങ്ങനെ വെള്ളം വന്ന് അടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്കൊക്കെ സ്പ്രിങ്കിൾ ആവുന്നുണ്ട്. അപ്പോൾ നല്ല കൂളിങ് എഫക്റ്റാണ്. ആ പുകയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ ഭയങ്കര രസമാണ് ഈ ഒരു നാച്ചുറലി വാട്ടർഫാളും. കംപ്ലീറ്റ് നാച്ചുറലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മസാജെന്ന് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ ഫുൾ അതിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാധനം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ വാഴയിൽ എന്തിനാണ് അങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ട മുടിയിലും അങ്ങനെയൊക്കെ അതിന് ചുറ്റും അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും, ഭയങ്കര കംഫർട്ടബിളായിരിക്കും. അപ്പോൾ നമ്മളറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോവും. കാരണം കുറേ നേരം നമ്മൾ ഒരേപോലെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. കുറേ നാൾ ബാക്ക് പാക്കൊക്കെ ഇട്ട് നടന്നതല്ലേ, അപ്പോൾ ഷോൾഡറിനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബാക്ക് പെയിൻ. അപ്പോൾ മസാജൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് ഫീൽ ചെയ്യും കേട്ടോ. അതിനാണ് ഈ മസാജൊക്കെ ചെയ്യുന്നത്. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നതല്ലേ, അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡും ആണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷേ സോഫ്റ്റാണ്. ഞാൻ പൊതുവേ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു
ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. പക്ഷേ ഒരു സെയിം ഫീൽ തന്നെയാണ് കേട്ടോ, അത് അറിയുന്ന പോലും ഇല്ല. പിന്നെ ഇവർ ഈ മസാജ് ചെയ്യുന്നത് ഷിയ ബട്ടർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഷിയ ബട്ടർ ഇവിടെ തന്നെ മെയ്ഡ് ചെയ്യുന്നതാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ടാൻസാനിയ, പിന്നെ അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ കുറച്ച്, ഗാന, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലാണ് ഇത് ഷിയ ബട്ടറിൻ്റെ ഒറിജിനൽ സാധനം ഉള്ളത്. മസാജ് ചെയ്യാത്തവർ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി മസാജ് ചെയ്യണം കേട്ടോ, അപ്പോൾ അറിയാം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എല്ലാം. പിന്നെ അവർക്ക് കപ്പിൾ മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്കുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ബാക്കി സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ കൂടുതലും ഒരു 5-6-7 പേരൊക്കെ ചെയ്തിരുന്നു. നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കാലിൽ പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അതെല്ലാം ആ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ബാക്ക് പാക്ക് എടുത്ത് നടന്നിട്ട് പ്രോപ്പറായിട്ട് ഫുഡ് ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനത്തെ പെയിനെല്ലാം വരുന്നത്. പക്ഷെ അതെല്ലാം റിലീഫ് കിട്ടും. ഇവിടെ കിളികളുടെ സൗണ്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഫുള്ളി നാച്ചുറലി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓൾമോസ്റ്റ് മസാജ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ തുടങ്ങിയ പോലെ തന്നെ വീണ്ടും ഈ ഒരു ഇല വെച്ചിട്ട് വീശിക്കൊണ്ടേയിരിക്കുക. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കണ്ണടച്ച് നല്ല മയക്കത്തിലായിട്ടുണ്ട്. ഇത് ആക്ച്വലി കുറച്ച് നേരമല്ല കേട്ടോ നീണ്ടു നിന്നത്, കുറേ നേരം ഇവർ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ നേരം വട്ടത്തിൽ ചുറ്റും, പിന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഷോ ഓഫ് പോലത്തെ ഒരു സംഭവമാണ്. കാരണം ഇത് കുറച്ച് നല്ല പൈസ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഓക്കെ ഇത് എന്തോ ഒരു സംഭവമാണ് വരണം എന്നുള്ളത്. പക്ഷേ മസാജ് അടിപൊളിയാണ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അല്ലാണ്ട് ഇങ്ങനെ, പക്ഷേ ഇത് ഈ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നതിന് വേറെ എന്തോ മീനിങ് ഉണ്ട്. കാരണം ആ ഒരു പുകയുണ്ട്, ആ ഒരു പുക എന്ന് പറഞ്ഞാൽ അതിൽ നല്ല സ്മെല്ലൊക്കെ ആയിട്ട് ആ ഒരു ആരോമ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്തോ ആണത്. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ വട്ടത്തിൽ ആ ഒരു ബോഡിയിലേക്ക് മൊത്തം ആ ഒരു സ്മെല്ലും ഇതും കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എന്താ സംഭവം എന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല. എന്തായാലും അപ്പം ഞാനിങ്ങനെ ഉറങ്ങിപ്പോകുന്ന സാഹചര്യമാണ്, അറിയുന്നില്ല. ഇവിടുത്തെ ആ വെള്ളമൊക്കെ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കണ്ട ഞാനവിടെ കിടന്ന് ഉറങ്ങി, ആ തണുപ്പിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടിലും നല്ല കൂളിംഗ് എഫക്റ്റും അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി. ഫൈനലി അങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ആ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം അവർ നിർത്തും, സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ടായിട്ടോ. നൈസാണ്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ വരുന്നത്. ഞാനിത് ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കാലും ഇതാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ 1 ടൈം എങ്കിലും എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂ ഇടുന്നതിന് മുന്നേ അവർ നമ്മുടെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. കാലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും, ചെളിയൊക്കെ ഉണ്ടാവില്ലേ, ചെളിയെല്ലാം ക്ലിയർ ആക്കി നമ്മളെ സോക്സ് വരെ ഇടിപ്പിച്ച് തരും കേട്ടോ. അടിപൊളിയാണ്. ഇതെങ്ങനെയാണോ അവരുടെ ബോഡിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സീരിയസ്ലി അത് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്ത് പീസ്ഫുള്ളാണെന്നറിയോ, അടിപൊളി അറ്റ്മോസ്ഫിയർ. അവിടെ എല്ലാം ഒരു 5-6 സെക്യൂരിറ്റി ഉണ്ട്, നമ്മളുടെ വേറെ ആരും വരാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ സ്പായും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പാ ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പോൾ അവർ കുറച്ച് ജ്യൂസും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തിപ്പൂവും പിന്നെന്താ മാംഗോയും പൈനാപ്പിളും കാഷ്യൂനട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്പാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. മസാജും സ്പായും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി. ഞാനിപ്പോൾ ടോഗോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനപ്പോൾ ടോഗോയിൽ പോയിട്ട് ബെനിനിൽ പോയിട്ട് തിരിച്ച് ഗാനയിലേക്ക് തന്നെ വരും. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഈ ബാഗിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് വെയിറ്റ് ഒന്നുമില്ല, കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ നല്ല മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. നോക്കിയേ, നല്ല മഴക്കാറൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ചിലർ പറഞ്ഞു 6 മണിക്ക് ബോർഡർ ക്ലോസ് ചെയ്യുന്നു, ചിലർ പറഞ്ഞു 1 മണി വരെ ഉണ്ടെന്ന്. ഈ പയ്യനുണ്ടല്ലോ, ഇവൻ ടോഗോയിലുള്ളതാണ്. അപ്പോൾ ടോഗോയിൽ 1 മണി വരെ എന്തായാലും ബോർഡർ ക്ലോസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അറിയില്ല, എന്തായാലും പോയി നോട്ടെ. ഞാനവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു 6:30-7 മണിയൊക്കെ ആവും. ഇപ്പോൾ ഒരു 4:15 ആയിട്ടുണ്ട്. അഫ്ലാവോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ അവിടുത്തെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഗാനേൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ലോമേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കേട്ടോ. ബോർഡർ തന്നെയാണ് ക്യാപിറ്റൽ സിറ്റി, അങ്ങനെ ഉള്ളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ പോയി നോക്കട്ടെ. ഇതാ മഴയൊക്കെ ഇങ്ങനെ തുള്ളിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ സൈഡിൽ കൂടെ ഓരോന്ന് വിൽക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മേടിച്ചേട്ടോ, കഴിച്ചോക്കട്ടെ. ഹലോ,
ഫൈനലി ഞാൻ ഇന്നലെ ടോഗോയിലേക്ക് കയറി രാത്രി ഒരു 8 മണിയായപ്പോൾ എൻട്രി ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ വന്നിട്ട് അടിപൊളി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു മലയാളീസിൻ്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവരെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതല്ലാണ്ട് ഇതായി ഇപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയത് എന്താ വെച്ചത്. ഹായ് പേര് പേര് രവിന്യ. രവന്യ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഹസ്ബൻഡിന്റെ കൂടെ വന്നതാ. ഓക്കെ. ഷാഹിന ഹസ്ബൻഡിന്റെ കൂടെ. ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടിൽ എറണാകുളത്ത്. എറണാകുളത്ത്. ഹായ്. ഇത് മോളാണ്. ഓ ഓക്കെ. ഇത് മോൾ ഉറങ്ങാം. ഓക്കെ. സോ ഇവരെന്നെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇങ്ങോട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എനിക്ക് പൂവെല്ലാം ആയിട്ട് വന്നത്. പിന്നെ ഇതാ ചോക്ലേറ്റ് എല്ലാം തന്നിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആള് ഇവിടുന്ന് പോയി. ഞാൻ അപ്പോൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആള് പോയപ്പോഴാണ് ഓർത്തത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ പുള്ളിക്കാരിയാണ് എനിക്ക് 2023 മെസ്സേജ് അയച്ചായിരുന്നു. താങ്ക് യു സോ മച്ച്. അവൻ ഭയങ്കര ഹാപ്പിയാണ്. 2023 മെസ്സേജ് അന്ന് കാണാണ്ട് ഇന്നലെ മെസ്സേജ് ഇപ്പോൾ കണ്ടു. എന്നിട്ട് ഇപ്പം നേരിട്ട് വന്നപ്പോൾ ഞാൻ ആ മെസ്സേജ് നോക്കുമ്പോൾ അത് കണ്ടത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. താങ്ക് യു. ഇന്നലെ വന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ചില സമയങ്ങളിൽ നമ്മളെപ്പോഴും വീഡിയോ എടുക്കാനൊക്കെ മറന്നു പോകും ചില സാഹചര്യങ്ങളിൽ. സോ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.